വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ശ്രീനാരായണീയൻ ദ്രാവിഡനായതുകൊണ്ട് താഴ്ത്തണ്ട. എന്തേ കാരണം, 1000 ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് ഈ ആൽത്തറയുടെ മുന്നിലെത്തിയപ്പോ കൂട്ടത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു, ഇത് പരബ്രഹ്മത്തിന്റെ കേന്ദ്രമാണ്, ഇവിടെ ഒന്ന് തൊഴുതിട്ട് പോകാം. ഗുരുദേവൻ നടക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് കാല് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം, ഇവിടെ മൊത്തം ആ പരമശിവന്റെ ജടാനരകളാൽ ബാധിതമാണ്. ഞാൻ കാല് വെച്ചാൽ അവിടുത്തെ മുടിയിൽ ചവിട്ടിപ്പോകും. അതുകൊണ്ട് അത് അതപകേടാണ്, അല്ലെങ്കിൽ മര്യാദകേടാണ്. ഇത് പറയുകയായിരുന്നു ഗുരുദേവൻ പറഞ്ഞതെങ്കിൽ ഈ ഗുരുദേവൻ ബ്രഹ്മജ്ഞാനിയല്ലെന്ന് പറയാൻ ആർക്കാണോ ധൈര്യമുണ്ടാവുക? ചട്ടമ്പിസ്വാമിക്ക് തന്റെ ചിന്താധാരകളെ ഒരുപോലെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുദേവന്റെ മുന്നിലിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അതുപോലെ രാമൻപിള്ള എന്ന വലിയൊരു വ്യക്തിത്വത്തിന് സംസ്കൃതം പഠിപ്പിച്ചു കൊടുത്ത ഘട്ടത്തിൽ ഗുരുദേവനുമായി ഐക്യമുണ്ടായിരുന്നില്ല എങ്കിൽ ആരാണ് ഈ ഐക്യമുണ്ടാക്കുന്നത്? സ്വസ്തി പ്രജാപ്യേണ പരിപാലയന്ത. ഞാൻ അവസാനിപ്പിക്കുകയാ. ന്യായേണ മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എങ്ങനെയാണിത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുക? എല്ലാ സ്വസ്തിയും എല്ലാ സുഖങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് ആർക്കാണ്? ബ്രാഹ്മണനാണ്. ആരാണ് ഈ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനി ആരോ അവനാണ് ബ്രാഹ്മണൻ. അയമാത്മാ ബ്രഹ്മ, അങ്ങനല്ലേ? അയമാത്മാ ബ്രഹ്മ. ഉള്ളിന്റെ ഉള്ളിൽ ഈ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനെയും കൊണ്ട് നടക്കുമ്പോ എന്റെ ബ്രഹ്മമേ എന്നൊന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നതും ബ്രഹ്മമാണ്, വിളിക്കുന്നതും ബ്രഹ്മമാണ്. കഴിക്കുമ്പോ ഭക്ഷണം ആ വായിലൂടെ ആസ്വദിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ വായിലൂടെ പോകുന്ന രുചി അതിനെ അറിയുന്നതും ബ്രഹ്മമാണ്. വിശപ്പടക്കുന്നത് നിന്റെ വയറാണ്, പക്ഷെ അതിന്റെ രുചി അറിയുന്നത് ബ്രഹ്മമാണ്. അള്ളാഹു എന്ന ചൈതന്യം നിന്നോടൊപ്പമുള്ളപ്പോ ആ അള്ളാഹു എന്ന ചൈതന്യമാണ് കൂട്ടരെ നിന്റെ ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത്, അല്ലാതെ നീയല്ല. നീ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കുന്നു, അതിന്റെ രുചി അറിയുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. ഈ ഒരു വലിയ ചൈതന്യം, ഈ ചൈതന്യത്തെ തിരിച്ചറിയുന്നവനാരോ അവനാകുന്നു ബ്രാഹ്മണൻ, അവനാകുന്നു ബ്രഹ്മജ്ഞാനി, അവനാകുന്നു ആരിഫ്. അവനെ ഒരു പക്ഷേ അമ്പലങ്ങളിൽ കണ്ടുവെന്ന് വരില്ല, ക്ഷേത്രങ്ങളുടെ അകത്തളത്തിൽ കണ്ടുവെന്ന് വരില്ല, എവിടെയെങ്കിലും കടന്നു വന്നിട്ട് ആരാധനാകർമ്മങ്ങളിൽ വ്യാപരിക്കുന്നതായി കാണാൻ പറ്റില്ല. അവന്റെ വേഷവിധാനങ്ങൾ ഒരുപക്ഷെ മതത്തിൻ്റെതാകണമെന്നില്ല, അതിലുപരി എല്ലാ വേഷത്തിലും കാണാം. ഓച്ചിറയുപ്പ എന്ന ഒരു സാത്വികനായ മനുഷ്യൻ ഓച്ചിറയുടെ തിരുമറ്റത്ത് ജീവിച്ചപ്പോ ആ മഹാരഥനെ കണ്ടെത്തിയ വ്യക്തികൾ, കുപ്പസ്വാമി എന്ന് വിളിച്ച ഹൈന്ദവ സമൂഹം, അദ്ദേഹം പറഞ്ഞു, എന്നെ അങ്ങനെ വിളിച്ചുകൊള്ളുക. ഹിന്ദുക്കളോട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഓച്ചിറ ഉപ്പ എന്ന് വിളിച്ചു, അപ്പോഴും പറഞ്ഞു എന്നെ അങ്ങനെ തന്നെ വിളിച്ചുകൊള്ളുക. പക്ഷേ അതിന്റെ അപ്പുറത്തുള്ള അഗാധമായ തലങ്ങളിൽ ഒരു മഹാവ്യക്തിത്വം നിലകൊണ്ടതുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ടൊരു പള്ളിയുടെ തിരുമുറ്റത്ത് ഒരു മനുഷ്യനെ അടക്കം ചെയ്യാൻ ഒരു ജനത ഒന്നടങ്കം തയ്യാറാകുകയും ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം ഒരുപോലെ തയ്യാറായി നിന്നുകൊണ്ട് ആ ദേഹം അവിടെ സംസ്കരിക്കുന്നതിന് മുന്നിട്ട് വരികയും ചെയ്തത് എങ്കിൽ ഓച്ചിറ ഉപ്പയെ ഇനിയാരും കാഫിറാക്കിയിട്ടും കാര്യമില്ല, ഇനിയാരും ഹിന്ദുവാക്കിയിട്ടും കാര്യമില്ല, ഇനിയാരും മുസ്ലിമാക്കിയിട്ടും കാര്യമില്ല. ആ വ്യക്തിത്വത്തിന്റെ ചൈതന്യം എവിടാണെന്ന് കണ്ടെത്താൻ കഴിയുന്ന മഹാരഥന്മാരായ ബ്രഹ്മജ്ഞാനികളെ ഇന്ന് ഞാനിവിടെ പലയിടത്തും കാണുന്നില്ല. മുസ്ലിങ്ങളിൽ അതുപോലെ ആരിഫ്യങ്ങളെയും കാണുന്നില്ല. വളരെ വ്യക്തമായിട്ട് ഗൗരവമായി മനസ്സിലാക്കണം. ഓച്ചിറയുടെ തിരുമുറ്റം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമാണ്. ഇവിടെ എല്ലാ ചിന്താഗതികളുമുള്ളവർ വരും, എല്ലാ വിശ്വാസധാരകളുമുള്ളവർ വരും. ഇതെന്റെ പാരിടമാണ്, എന്റെ തറവാട് പോലെയാണ് ഞാൻ ഈ അമ്പലത്തെയും ഈ നാടിനെയും ഈ പരബ്രഹ്മത്തിന്റെ കേന്ദ്രത്തെയും ഞാൻ കാണുന്നത്. ഉണ്ടിക്കാവിലൊക്കെയും സ്കൂളിൽ പഠിക്കുമ്പോ ഒഴിവ് സമയത്ത് ഓടി നടന്നപ്പോ അന്ന് മുസൽമാനാണെന്നുള്ള ചിന്ത പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ ആരും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് കയറാൻ പാടില്ല എന്നൊന്നാരും പറഞ്ഞിട്ടില്ല, ഇന്നും ആരും പറയുന്നില്ല. അതേസമയം ഞാൻ പറയുന്നു, ഇവിടെ വിളക്കുണ്ട്, ഇവിടെ ആൽത്തറയുണ്ട്, ഇവിടെ ജനങ്ങളുടേതായ ദർശനമുണ്ട്. ആ വിളക്കുകൾ ഒരിക്കലും ഇവിടൊക്കെ കൊളുത്തപ്പെടുമ്പോൾ അതിന്റെ പേരിൽ അനിസ്ലാമികത കണ്ടെത്താൻ നാം തയ്യാറാകരുത്. എന്തേ കാരണം, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിലകൊള്ളുന്നത് പ്രകാശധാരയാണ്. ആ പ്രകാശധാരയെ തിരിച്ചറിയാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിന്നിലുള്ള നൂറാനിയത്തിനെ കണ്ടെത്താൻ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. വിശുദ്ധ പ്രവാചകന്റെ നൂറാകുന്നു നീയെന്നും നൂറ് മുഹമ്മദാകുന്നു നിന്നിൽ കുടികൊള്ളുന്നതുമെന്നും വിശ്വസിക്കുമ്പോ ഇപ്പുറത്തൊരു ജനത ഒന്നടങ്കം നിലവിളക്ക് കൊളുത്തിയാൽ അതൊരു വിശ്വാസത്തിന്റെ ആരാധനയുടെ ഭാഗമായി
മാത്രമല്ല കാണേണ്ടത്. ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ്, മണ്ണെണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ്, മറ്റുള്ള സംസ്കൃതങ്ങൾ പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് നാം ആലോചിക്കുക. ജനങ്ങളെല്ലാം കൊളുത്തിയത് മരോട്ടിയിലാണ്, ചിരട്ടയിലാണ്, ഗ്ലാസിൽ വെള്ളമൊഴിച്ച് അതിന്റെ മുകളിൽ എണ്ണയിട്ടിട്ടാണ് കത്തിച്ചതെങ്കിൽ ഇവിടെ ഇപ്പോ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ നിലവിളക്ക് വെച്ചിട്ട് അതിൽ കത്തിച്ചാൽ ആ സെക്കൻഡിൽ ഞാൻ മുസ്ലിമായി പോകുമെന്നുള്ള ധാരണ എനിക്കില്ല. എന്നെ പുറത്താക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്റെ തമ്പുരാൻ എന്റെ അകത്ത് തന്നെയാണ്. എന്നെയും കൊണ്ട്, എന്റെ ദൈവത്തെയും കൊണ്ട്, എന്റെ അല്ലാഹുവിനെയും കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എന്നെ ഊരുവലക്കാൻ ആർക്കാണ് സാധ്യമാവുക? ഒരാൾക്കും സാധ്യമല്ല. അപ്പം മതപരമായ പ്രത്യക്ഷമായ ചിന്താധാരകളൊക്കെയും ഓരോ മതത്തിന്റെയും മുതൽക്കൂട്ടുകളാണെന്നിരിക്കെ അതിനപ്പുറത്താണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അവസാനം വിലയം പ്രാപിക്കേണ്ടത് പരബ്രഹ്മത്തിലാണ്, അല്ലാഹുവിലാണ്, ഈശ്വരനിലാണ്, യഹോവയിലാണ്. തളർവാദം പിടിപെട്ടവനെ കയ്യിലെടുത്തുകൊണ്ട് പുരയുടെ മുകളിലൂടെ തന്റെ മുന്നിലേക്ക് ഇറക്കിയപ്പോ ആ ഇറക്കപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു, ഈ കൊണ്ടുവന്നവർക്കാർക്കും നിന്റെ വാതരോഗം മാറുമെന്നുള്ള വിശ്വാസമില്ല. പക്ഷേ ഞാൻ ദൈവത്തിന്റെ പ്രവാചകനും പുത്രനുമായതുകൊണ്ട് നിന്നെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞ ആ ശരീരത്തിൽ നിന്ന് തടവിയപ്പോ ജീസസിന്റെ പൊൻകരങ്ങൾ കൊണ്ട് തടവപ്പെട്ടുപോയ ആ മൃതപ്രായനായ മനുഷ്യൻ